ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വിക്ടറി ഇൻ്റർനാഷണൽ AG വർഷിപ്പ് സെൻറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പകൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽ അല്പസമയ ചിന്തയ്ക്കായി നമുക്കൊരു വചനഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. ആമേൻ, സ്തോത്രം വായിക്കാം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശിച്ചു. നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. ഇത് പകൽ ഞാൻ വചനത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം, ആമേൻ, സ്തോത്രം, 9-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിൻ്റെ പകുതി ഭാഗം നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ച വരാത്തവർക്ക് വേണ്ടി ഞാൻ ഓടിച്ച് ആ ഭാഗങ്ങൾ പറഞ്ഞ് 2-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, സ്തോത്രം, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്ത ജനം, ആമേൻ, സ്തോത്രം, ജനത്തിൻ്റെ മേൽ പ്രകാശം ശോഭിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇരുട്ടിൽ നടന്ന ഒരു ജനം, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്ത ഒരു കൂട്ടം ജനം, ഹല്ലേലൂയ, ഇവരുടെ മേൽ ദൈവത്തിൻ്റെ വെളിച്ചം പ്രകാശിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ, ആമേൻ, ഹല്ലേലൂയ, പ്രവചനത്തിൽ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച 2 പ്രവചന ശബ്ദങ്ങളാണ് ഇന്ന് പകൽ നമ്മൾ വായിച്ചത്. 1-ാമത്തെ പ്രവചനം 9:2 അത് മത്തായി എഴുതിയ സുവിശേഷം 4:14 വാക്യം. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും, സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. കർത്താവായ യേശുക്രിസ്തു സെബൂലൂൻ ദേശത്തും നഫ്താലി ദേശത്തും യോർദാന്റെ കരയിലുള്ള ജാതികളുടെ ഗലീലയിലും വന്നപ്പോൾ അവിടെ ഇരുന്ന ജനത്തിന്റെ മേൽ വലിയൊരു വെളിച്ചം പ്രകാശിച്ചു. അങ്ങനെ 1-ാമത്തെ പ്രവചനം ഗലീലയിൽ നിറവേറപ്പെട്ടു. ഇനി 2-ാമത്തെ പ്രവചനം, അതിന്റെ 3-ാം വാക്യം. നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അടുത്ത 2-ാമത്തെ പ്രവചനം, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ നീ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. 2-ാമത്തെ പ്രവചനം. ഇന്ന് പകൽ ഈ പ്രവചനമാണ് നമ്മുടെ മേൽ കിടക്കുന്ന ഈ 2-ാമത്തെ പ്രവചനം ഇന്ന് പകൽ നമുക്കുള്ളതാണ്. സ്തോത്രം. കർത്താവ് പറയാ, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ നീ വർദ്ധിപ്പിക്കും. സ്തോത്രം. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുന്നവർ. ഇന്ന് പകൽ നമ്മുടെ സന്തോഷം മാറാൻ പോകുക. ഇതെപ്പോഴും ഈ സന്തോഷം വരുന്നതെന്ന് അറിയാമോ? ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ, അടുത്ത വാക്യം വായിച്ച ആൻറ്റി, അവൻ ചുമക്കുന്ന നുകവും. ആമേൻ. ഇന്ന് പകൽ ഈ വചനം കേട്ടാൽ അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് പറയുക, ഞാൻ വർദ്ധിപ്പിക്കുന്ന ജാതിയെ ഞാൻ ഉയർത്തുന്ന. അപ്പോൾ കർത്താവ് വർദ്ധിപ്പിക്കുന്ന ജാതിയെക്കുറിച്ച് പറയുക, ഒരു തലമുറയെക്കുറിച്ച് പറയുകയാണ്. ആമേൻ. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. നീ അതിനെ എന്ത് ചെയ്യും? ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഓടിച്ചു കളയുമെന്നല്ല, ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ചുമക്കുന്ന നുകം. നമുക്കറിയാം, നുകം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നിവരുവാൻ കഴിയാത്ത വിധം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന നുകം. ദൈവം പറയുക, ഞാൻ വർദ്ധിക്കാൻ പോകുന്ന ജാതിയുടെ മേൽ ഇനി നുകമിരിക്കത്തില്ല. ഇനി നുകമിരിക്കത്തില്ല. നുകമില്ലാത്ത
ഇല്ലാത്ത ഒരു തലമുറ. ഇന്ന് പകൽ ഈ വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില മുഖങ്ങൾ ഇന്ന് പകൽ തകർന്ന് ആമേൻ മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ആമേൻ, എന്റെ യേശു കർത്താവ് പറയാ, ഞാൻ ഒരു ജാതിയെ വർദ്ധിപ്പിക്കും. പക്ഷെ ആ ജാതിയുടെ പ്രത്യേകത എന്താ? മുഖം അവന്റെ മേൽ ഇരിക്കത്തില്ല. ഇന്ന് പകൽ ഏതെങ്കിലും മുഖം നമ്മുടെ മേൽ ഇരിക്കുന്നെങ്കിൽ ഈ വചനത്തിന്റെ വെളിപ്പാട് പറയുമ്പോൾ ഇന്ന് പകൽ ആ മുഖമൊടിയും. ആരാ? ദൈവം ഉയർത്തുന്ന ജാതി. ആമേൻ, കർത്താവായ യേശു ക്രിസ്തു വർദ്ധിപ്പിക്കുന്ന ജാതിയുടെ മേൽ നിന്ന് ആമേൻ, ഒന്ന്, അവൻ മുഖമെടുത്തു മാറ്റും. രണ്ട്, അവന്റെ ചുമലിൽ നിന്ന് ഏതുപോലെ ദൈവം ഓടിച്ചു കളയാൻ പോകുന്നത്? നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ നിന്റെ തോളിലിരുന്ന് നിന്റെ മേൽ ആധിപത്യം നടത്തുന്ന ദുഷ്ടന്റെ അധികാരത്തിന്റെ ചെങ്കോല് ദൈവം എന്ത് ചെയ്യാൻ പോവാ? സ്തോത്ര സ്തോത്ര സ്തോത്ര. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ എൻ്റെ സന്തോഷം എന്നറിയാമോ? ആമേ, സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടന് നിങ്ങളുടെ മേൽ മുഖം വയ്ക്കാൻ പറ്റില്ല, നിങ്ങളുടെ മേൽ ആധിപത്യം നടത്താൻ പറ്റില്ല. ഇന്ന് പകൽ ആമേ, സ്തോത്ര, ഹല്ലേലൂയ, ഈ മൈക്ക് പിടിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനെന്നറിയാമോ? ആമേ, ദുഷ്ടന്റെ ആധിപത്യമില്ലാത്ത ഒരു തലമുറയുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമൈതലം നീയാണെന്ന് പറയാൻ ഇന്ന് പകൽ എനിക്ക് സന്തോഷമുണ്ട്. അവൻ ഉയർത്തുന്ന ജാതി, ഹല്ലേലൂയ, അവന്റെ മേൽ ശത്രുവിന് വാഴുവാൻ കഴിയത്തില്ല. ചെങ്കോൽ അധികാരത്തെ കാണിക്കുകയാണ്. ഞാൻ ഇന്ന് പകൽ പറയും, ഇനി ഒരു ശത്രുവിന്റെ ആധിപത്യവും ദൈവകുഞ്ഞൻ നിന്റെ മേൽ ഇരിക്കത്തില്ല, നിന്നെ അത് വാഴത്തില്ല. സ്തോത്രം. അടുത്തിരിക്കുന്ന ഒരാളിന് കരം കൊടുത്ത് പറഞ്ഞ, ഇനി പിശാച് നിങ്ങളെ വാഴത്തില്ല. ഓ സ്തോത്രം. ആമേൻ. ഒന്ന് വായി തുറന്നൊന്ന് പറഞ്ഞ്, പിശാചിനി വാഴത്തില്ലെന്ന് പറഞ്ഞ്, പിശാചിനി ഇനി നമ്മളെ വാഴുവാൻ പറ്റത്തില്ല എന്ന് പകൽ ആ കോല് ദൈവം ഒടിച്ചു കളയാൻ പോകുക. ആമേ, ഏതെങ്കിലും ഭാഗത്ത് എവിടെയെങ്കിലും പിശാചിന്റെ വാഴ്ച ദൈവകുഞ്ഞൻ നിന്റെ ജീവിതത്തിനകത്ത് കയറിയെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് പറയാ, ആമേ, സ്തോത്രം, അതിനെ ഞാൻ ഓടിച്ചു കളയും. എന്തെന്നറിയാമോ? ഞാൻ ഉയർത്തുന്ന ജാതിക്കകത്ത് ശത്രുവിന്റെ കോല് ആമേൻ വയ്ക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയും, ആമേൻ, രോഗമെന്ന കോല് ഇന്ന് പകൽ അവൻ ഓടിച്ചു കളയും. നീ അത് ചുമക്കാനുള്ളതല്ല. ഇന്ന് പകൽ രോഗം ചുമക്കുന്ന, രോഗം നിന്റെ മേൽ ചുമത്തിയ, നിന്റെ മേൽ ആധിപത്യം നടത്തുന്ന രോഗശക്തികൾ ഇന്ന് പകൽ എൻ്റെ കർത്താവ് അതിനെ ഓടിച്ചു കളയുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ലൈവിലൂടെ കാണുന്ന, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിന്നോട് ദൈവം പറയുന്നേ, നിന്റെ വീട്ടിനകത്ത് ഇന്ന് പകൽ ഒരുവൻ ഇറങ്ങുകയാ, നിന്റെ വാഹനത്തിനകത്ത് ഇന്ന് പകൽ ഒരുവൻ ഇറങ്ങുകയാ, നിന്റെ ചുമലിൽ ഇരിക്കുന്ന ആമേൻ കോലിനെ ഒടിച്ചു കളയുവാൻ. ഈ ദുഷ്ടന്റെ ചെങ്കോലിനെ കർത്താവ് എന്ത് ചെയ്യും? ഇതിനെ ദൈവം ഒടിച്ചു കളയും. നിന്റെ ചുമലിലെ ആമേൻ കോലും അവൻ ദണ്ഡിപ്പിക്കുന്നവന്റെ വടി, എപ്പോഴും നിന്നെ വേദനിപ്പിക്കുന്ന. ഹല്ലേലൂയ. കർത്താവ് പറയാ, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ വരുത്തിയതാ. ആമേൻ. രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. സ്തോത്രം. ഒരു വീട്ടിനകത്ത് ഇസഹാക്കിനും ഇസ്മായേലിനും താമസിക്കാൻ പറ്റുകയില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു മന്ദിരത്തിൽ പരിശുദ്ധാത്മാവിനും ആമേൻ ദുഷ്ടന്റെ ആധിപത്യത്തിനും ദൈവത്തിന്റെ ആധിപത്യത്തിനും ഒരു ആമേൻ സ്തോത്രം വ്യക്തിയിൽ വാഴാൻ പറ്റത്തില്ല. കർത്താവ് പറയാ, ഞാൻ ഉയർത്തുന്ന ജാതിയുടെ മേൽ ഇരിക്കുന്ന അവനെ ദണ്ഡിപ്പിക്കുന്ന വടി. ഇന്ന് പകൽ ഈ വടി ആരുടെയും ജീവിതത്തിൽ ഇരിക്കുന്നു എങ്കിൽ ഇന്ന് പകൽ സ്വർഗം അതിനെ ഓടിക്കാൻ പോവാ. നിന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന, നിന്റെ മനസ്സിനെ അടിക്കുന്ന,
നിന്റെ ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന, നിന്റെ തലമുറയെ ദണ്ണിപ്പിക്കുന്ന, നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ആമേൻ ശത്രു നിനക്ക് വേണ്ടി ഒടിച്ചു വെച്ച വടിയെ ഇന്ന് പകൽ എന്റെ കർത്താവ് പറയാ, ഇന്ന് പകൽ ഞാൻ അതിനെ ഒടിച്ചു കളയും. ആ വടി നിന്റെ വീട്ടിനകത്ത് ഇനി ഇരിക്കത്തില്ല. ആ വടി ഇനി നിന്റെ തലമുറയുടെ മേൽ നിൽക്കത്തില്ല. ആ വടി നിന്റെ കുടുംബത്തിനകത്ത് ഒരു വ്യക്തിയുടെ മേലും ഇരിക്കത്തില്ല. ഈ വടി വെച്ചതിന്റെ അന്ന് മുതൽ നീ അടികൊള്ളുകയാ. പക്ഷെ സ്വർഗം പറയാ, ഇനി നിന്നെ അത് ദണ്ഡിപ്പിക്കത്തില്ല, ഇനി നിന്നെ അത് അടിക്കത്തില്ല. അവൻ ഞാൻ അതിനെ, എന്റെ കർത്താവ് പറയാ, ഞാൻ അതിനെ ഓടിച്ച് കളഞ്ഞിരിക്കുന്നു. പകൽ ദൈവസഭ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കയറണം. സ്തോത്രം. ഞാൻ പറയും, ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ആമേൻ വെളിപ്പാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ഒരു വ്യക്തിയെങ്കിലും പറയാണ്, കർത്താവേ ഇനി ആമേൻ സ്തോത്ര ഹല്ലേലൂയ, ആ വടി എൻ്റെ മേൽ ഇനി ഇരിക്കാൻ പറ്റുകയില്ല. ഒരാൾ ആമേൻ ഹൃദയം തുറന്ന് വായ കൊണ്ടൊന്ന് പറഞ്ഞാൽ, ഇനി ആ വടിക്ക്, ആ ചെങ്കോലിന്, ആ നുകത്തിന് ഇനി എൻ്റെ മേലോ, എൻ്റെ വീട്ടിനകത്തോ, എൻ്റെ തലമുറ മേലോ, ഓ പ്രവചിക്കണം, പ്രവചിക്കണം, പ്രവചിക്കണം. ദൈവമക്കൾ പ്രവചിക്കണം. ഹല്ലേലൂയ പറ. ഇനി അതിന് എൻ്റെ വീട്ടിനകത്തോ, എൻ്റെ ശരീരത്തിനകത്തോ അതിന് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ വേറൊരു തലമുറയാ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തെ ഇന്ന് പകൽക്കാലം ഞാനത് അനുഭവിക്കുകയാണ്. ഈ കോല് ദൈവം പൂർണ്ണമായിട്ട് ഓടിച്ച് കളഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ മേലെ അതിനെന്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ കർത്താവ് സ്വതന്ത്രരാക്കി. പക്ഷെ ഇന്ന് നമ്മളെ സമ്മതിച്ചു കൊടുക്കുകയില്ല. ഹല്ലേലൂയ. നീക്കി അടിമയെന്ന് നൽകി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം. ഓ ഹല്ലേലൂയ. ആ അടിമ എന്ന നുകത്തെ ഇന്ന് പകൽ, ആ അടിമ എന്ന നുകത്തെ, നിന്റെ തല ഉയരുവാൻ കഴിയാതെ വണ്ണം നിന്റെ മേൽ വെച്ചിരിക്കുന്ന അടിമത്വത്തിന്റെ നുകത്തെ എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ ആ അടിമ നുകത്തെ തകർത്തു. ഇന്ന് പകൽ നിന്നെ സ്വതന്ത്രയാക്കിയെങ്കിൽ ഇനി നീ അത് ചുമക്കണ്ട. ഇന്ന് പകൽ നീ അത് ചുമക്കണ്ട. ആ പുത്രത്വത്തിന്റെ മഹത്വം ഇന്ന് പകൽ തിരിച്ചറിയാതെ പോകരുത്. ഇങ്ങനെ ഒരു തലമുറ, മുഖമില്ലാത്ത തലമുറ, പിശാചിന്റെ ആധിപത്യമില്ലാത്ത ഒരു തലമുറ, ആമേൻ സ്തോത്രം, അവന് ദണ്ഡിപ്പിക്കുവാൻ വടിയില്ലാത്ത ഒരു തലമുറ. അയ്യോ, എനിക്കറിയാം. ഞാൻ മൈക്ക് തരാം, നിങ്ങൾ എന്നോടൊന്ന് പറ, ഇങ്ങനെ ഒന്ന് വിളിച്ചു പറ, എന്നോടൊന്ന് പറ. ഇന്ന് പകൽ ഞാൻ കാണിച്ചു തരാം, എൻ്റെ സന്തോഷം ഞാൻ കാണിച്ചു തരാം. അല്ല, ഇതിനകത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇത്രയും ആവേശം എന്തിനെന്നറിയാമോ? ഹല്ലേലൂയ. അടിമ നുഖമില്ലാത്ത, അവൻ ദുഷ്ടന്റെ ചെങ്കോലില്ലാത്ത, അവന്റെ നുഖമില്ലാത്ത, അവന്റെ വടിയില്ലാത്ത ഒരു തലമുറയാക്കി ഈ പട്ടണത്തിന്റെ നടുവിൽ എന്റെ തമ്പുരാൻ എന്നെ നിർത്തിയതോർത്താൽ, ഓ ഇന്ന് പകൽ മിണ്ടാതിരിപ്പാൻ കഴിയത്തില്ല. ഓ സ്തോത്ര, ഹല്ലേലൂയ. ജോസ്ഫാസേ, പതിയെ സ്തോത്രം പറഞ്ഞ പോലെ അവൻ അലറി പ്രസംഗിക്കണമോ? ഇന്ന് പകൽ എങ്ങനെ അലറാതിരിക്കും? അവൻ എന്റെ മേലിരുന്ന നുകത്തെ, എന്റെ മേലിരുന്ന കോലിനെ, ശത്രുവിന്റെ അധികാരത്തിന്റെ ചെങ്കോലിനെ എന്റെ മേൽ ദണ്ഡിപ്പിക്കുന്ന, എന്റെ തലമുറയെ ദണ്ഡിപ്പിക്കുന്ന, എന്റെ കുടുംബത്തെ ദണ്ഡിപ്പിക്കുന്ന അവൻ വടിയെ ഒരുവൻ ഓടിച്ചു കളഞ്ഞു. ഇനി പിശാചേ അത് നിനക്കെടുക്കുവാൻ കഴിയത്തില്ല. എന്റെ നേരെ, എന്റെ കുടുംബ നേരെ, എന്റെ തലമുറയ്ക്ക് നേരെ ഇനി നിനക്കത് എടുക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ നമ്മുടെ നുകത്തെ ഒടിച്ചു കളഞ്ഞു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. വചനം പറഞ്ഞു, ക്രിസ്തു ആമേ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഇനിയും നിങ്ങൾ അടിമ നുകത്തിൽ എന്ത് ചെയ്യരുത്. ഇന്ന് പകൽ ഇനി നിങ്ങൾ കുടുങ്ങി പോകരുത്.
ഇനി നിങ്ങളെ തെറ്റിച്ചു കളയരുത്. ആമേൻ. പിശാച് നുകം വെക്കുമ്പോ പറയണ പിശാച് നിനക്കാള് മാറിപ്പോയി. ആമേൻ. എന്റെ കുടുംബത്തിനകത്ത് ഇനി നിനക്ക് നുകം വെക്കാൻ പറ്റത്തില്ല, നിനക്കാള് മാറിപ്പോയി. ആമേൻ. ഞാൻ സ്വതന്ത്രനാ. ആമേൻ. എന്റെ മേലുള്ള നുകം ആമേൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഓടിച്ചു കളഞ്ഞു. എന്നെ സ്വതന്ത്രനാക്കിയെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കും. ഓ, ഇന്ന് പകൽ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ, എവിടെയൊക്കെ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം വെളിപ്പെടുന്നു. ഓ സ്തോത്ര, ഹല്ലേലൂയ. എവിടെയൊക്കെ ചില കെട്ടുകൾ പൊട്ടി ആമേൻ, ജനം സ്വതന്ത്രമാവുകയാ. ഈ നുകത്തെ ദൈവം ഓടിച്ചു കളഞ്ഞു. നുകത്തെയും അധികാരത്തിന്റെ ചെങ്കോലിനെയും ദണ്ഡിപ്പിക്കുന്ന വടിയെയും ഓടിച്ചു കളഞ്ഞിട്ട് നമ്മളെ സ്വതന്ത്രരാക്കി. സ്വതന്ത്രരാക്കിയിട്ട് ദൈവം എന്താ ചെയ്തതെന്ന് അറിയാമോ? 6 വാക്യം വായിച്ചാൽ 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. സ്തോത്രം. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആധിപത്യം എവിടെ ഇരിക്കുന്നേ? ദൈവം ആധിപത്യം എടുത്ത് എവിടെയാ വെച്ചേ? ദൈവത്തിന്റെ അധികാരം എടുത്ത് എവിടെയാ വെച്ചേ? ദൈവം അതിനെ എടുത്ത് എന്ത് ചെയ്തു? അവന്റെ ചുമലിൽ വെച്ചു, അവന്റെ തോളിൽ വെച്ചു. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ച, കർത്താവേ, ഈ ആധിപത്യം എടുത്ത് എന്തിനാ അവൻ തോളിൽ വെച്ചതാ? എന്തിനാണെന്നറിയാമോ അവൻ തോളിൽ വെച്ചേ? കാണാതെ പോയതിനെ കണ്ടുകിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? കാണാതെ പോയതിനെ എവിടെയാ വെക്കാൻ പോകുന്നേ? ഓ, ഈ നുകത്തെ ഒടിച്ചു കളഞ്ഞിട്ട് അവൻ നിന്നെ എടുത്ത് എവിടെയാ വെക്കാൻ പോകുന്നേ? അവന്റെ തോളിൽ. ഇത് പകൽ ആ തോളിൽ എന്തുണ്ട്? അവന്റെ ആധിപത്യമുണ്ട്. ഇന്ന് പകൽ ദൈവകുഞ്ഞൻ നിന്നെ എടുത്ത്, നിന്റെ മേലുള്ള നുകത്തെ ഒടിച്ചു കളഞ്ഞിട്ട് നിന്നെ എടുത്ത് അവന്റെ ആധിപത്യത്തിനകത്ത് ഇന്ന് പകൽ നിന്നെ വച്ചിരിക്കുകയാ. ഇന്ന് പകൽ ഹല്ലേലൂയ. സന്തോഷിക്കാൻ വല്ല വകയും ഉണ്ടോ? നമ്മുടെ സന്തോഷം എന്താണെന്നറിയോ? ഇന്ന് പകൽ ഈ വചനമൊക്കെ പ്രസംഗിക്കാൻ ഇത്രയും സന്തോഷം എന്താണെന്നറിയോ? ആമേൻ. എന്നെ ദൈവം വെച്ചിരിക്കുന്നത് അവന്റെ ആധിപത്യത്തിനകത്താണ്. ഓ ദൈവകുഞ്ഞൻ, നീ ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? സ്തോത്രം. നീ എവിടെ ഇരിക്കുന്നത്? നീ ബാംഗ്ലൂർ പട്ടണത്തിലാണോ ഇരിക്കുന്നത്? വിക്ടറി ഇന്റർനാഷണൽ മലയാള സർവീസിലാണോ ഇരിക്കുന്നത്? എവിടെയാണ് നിന്നെ ദൈവം ഇരുത്തിയത്? ദൈവം നിന്നെ ഇരുത്തിയത് എവിടെയെന്നറിയാമോ? അവന്റെ ആധിപത്യത്തിനകത്ത്. എന്ന് പറഞ്ഞാൽ അവന്റെ ആധിപത്യത്തിനകത്ത് വേറെ ആർക്കും കയറുവാൻ കഴിയത്തില്ല. പുത്രന്റെ ആധിപത്യത്തിനകത്ത് കയറി നിന്നെ തൊടാൻ ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിയുമില്ല. ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. കാരണം ഈ ആധിപത്യത്തിനകത്ത് ഒരു ശക്തിക്ക് വരാൻ പറ്റുകയില്ല. എന്താണെന്നറിയാമോ? ആമേൻ. സ്തോത്രം. ഈ കർത്താവ് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ കർത്താവിൻ്റെ പ്രത്യേകത, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിലാകട്ടെ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വരുവാനുള്ള ലോകത്തിലാകട്ടെ, ആമേൻ. സ്തോത്രം. സർവ്വ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ആധിപത്യം നിന്നെ തൊടാൻ വന്നാൽ ഈ കർത്താവിനെ കാണുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും? ഓ സ്തോത്ര, സ്തോത്ര, സ്തോത്ര. ഒരു ശക്തിക്കും ദൈവകുഞ്ഞെ ആമേൻ. സ്തോത്രം നിന്നെ തൊടാനും പറ്റില്ല. ആമേൻ. സ്തോത്രം. നിന്നെ ഹല്ലേലൂയ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. എന്തെന്നറിയാമോ? നീ ഇരിക്കുന്ന ഇടം ആമേൻ ഡേഞ്ചറാ. പിശാചിന് ഭയമാ. നിന്നെ ഇരുത്തിയിരിക്കുന്നത് ആമേൻ അവന്റെ ആധിപത്യത്തിനകത്ത്. ഇന്ന് പകൽ ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. അവന്റെ ആധിപത്യത്തിനകത്ത്, അവന്റെ ആധിപത്യത്തിനകത്ത് നമ്മെ ഇരുത്തി. സ്തോത്രം. ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നേ? ഓ, അടുത്തിരിക്കുന്ന ആളിന്റെ മുഖത്ത് നോക്കി പറ, നീ ദൈവത്തിന്റെ ആധിപത്യത്തിനകത്തിരിക്കുക. ഓ, മുഖത്തൊന്ന് നോക്കി, മുഖത്ത് നോക്കി പറഞ്ഞേ. പിശാചി ലജ്ജിക്കട്ടെ, പിശാചി ലജ്ജിക്കട്ടെ. പിശാചി കേൾക്കട്ടെ. ഇന്നലകളിൽ ദൈവകുഞ്ഞൻ നിന്റെ മേൽ നുകം. ഇന്ന് പകൽ ആധിപത്യം ആമേൻ പിശാചിന്റെ ആധിപത്യമല്ല, ദൈവത്തിന്റെ ആധിപത്യത്തിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആധിപത്യത്തിൽ ഇരിക്കുമ്പോൾ ഈ ഇരിപ്പിനൊക്കെ ഒരു വ്യത്യാസം. ഒന്നും പ്രസംഗിച്ചില്ലെങ്കിലും ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല.
ദൈവകുഞ്ഞ നീ ആ ആധിപത്യത്തിനകത്താണ് ഇരിക്കുന്നെന്നൊരു ബോധം വന്നാൽ മതി, ആ തിരിച്ചറിവ് വന്നാൽ മതി. ആ തിരിച്ചറിവ് അകത്ത് കയറിയാൽ പിന്നെ നമ്മളെ മുഖം വാടുകയില്ല. മുഖം എന്ത് ചെയ്യത്തില്ല? ദൈവരാജ്യത്തിനകത്താണോ നമ്മൾ ഇരിക്കുന്നത്? പുത്രന്റെ രാജ്യത്തിലാണോ? ഇന്ന് പകൽ അമ്മ സ്തോത്രം, ഇനി നുകയില്ല. നുകത്തെ ദൈവം എന്ത് ചെയ്തു? അവൻ ഒടിച്ച് കളഞ്ഞിരിക്കുന്നു. ഇനി അതിന് തൊടാൻ പറ്റുകയില്ല, നമ്മളെ തൊടാൻ പറ്റുകയില്ല. ഇനി ദൈവകുഞ്ഞ് നിന്റെ തല കുനിക്കാൻ പറ്റുകയില്ല. അതിനെ അവൻ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു ഇന്ന് പകൽ. എന്നിട്ട് അവന്റെ ആധിപത്യത്തിനകത്ത് നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം വായിച്ചേ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത്, ശ്രദ്ധിച്ച് കേൾക്കണമേ, സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച്, സർവവും അവൻ പുത്രന്റെ കാൽ കീഴാക്കി വെക്കുകയും അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ ഇവിടെ പറയാ, പിതാവായ ദൈവം തന്റെ പുത്രനെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും അവൻ സ്തോത്രം ആരെ തലയാക്കി? അവൻ യേശു ക്രിസ്തുവിനെ തലയാക്കി. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും സകല നാമത്തിനും അത്യന്തം ഇത് ഇരുത്തുക. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. ഹല്ലേലൂയ. ഇതെല്ലാം കൊടുത്തിട്ട് അവസാനം എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ കർത്താവ് ഈ അധികാരങ്ങൾ മുഴുവനും അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക്, വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തി, കർത്തൃത്വം, ഇവയെല്ലാം അവൻ പുത്രന് കൊടുത്തത്. പുത്രൻ എന്ത് ചെയ്തു? അവന്റെ ചുമലിലിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് എന്ത് ചെയ്തു? സഭയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഇപ്പൊ സഭ എന്താ ചെയ്യുന്നേ? വാഴുവാനും ആമേൻ അധികാരം നടത്തുവാനും ശക്തി കാണിക്കാനും ആമേൻ കർത്തൃത്വം നടത്താനും എല്ലാ അധികാരവും വാങ്ങിച്ചു വെച്ചിട്ട് ആമേൻ സ്തോത്രം ഇപ്പൊ സഭ തോളിലിരുന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഏത് പ്രവാചകൻ വന്നാലും ആമേൻ സ്തോത്രം, ആഫ്രിക്കയിൽ നിന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നൈജീരിയയിൽ നിന്ന് പാസ്റ്റർ വന്നാലും ദൈവകുഞ്ഞ നീ വിടുവിക്കപ്പെടത്തില്ല. ആമേൻ. നിന്റെ ജീവിതത്തിന് രൂപാന്തരം വരത്തില്ല. ആമേൻ. ഇന്ന് പകൽ സ്വർഗം പറയാ ആമേൻ, ആ അധികാരവും വാഴ്ചയും ഹല്ലേലൂയ. ആമേൻ. എന്താ പറഞ്ഞേ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. വാഴ്ചകൾക്കും ഇനി ആ അധികാരത്തിലിരുന്നു കൊണ്ട് ആര് വാഴണം? ആ തോളിലിരുന്ന് ആര് വാഴണം? ദൈവകുഞ്ഞ ഇന്ന് പകൽ ഒന്ന് തിരിച്ചറിഞ്ഞോണം, ഇനി ഇന്നലെ വരെ നിന്നെ വാണതിന് നീ വാഴണം. പിശാചിനെ നീ വാഴണം. നിന്റെ കുടുംബത്തിന് നേരെ വരുന്ന അന്ധകാര ശക്തികളെ നീ വാഴണം. ആമേൻ. നിന്നെ തൊടുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. നീ സേഫാ, നീ സുരക്ഷിതത്വത്തിലായിരിക്കുന്നു, നീ അവന്റെ ആധിപത്യത്തിലായിരിക്കുന്നു. ഒരു അന്ധകാര ശക്തിക്കും കുഞ്ഞ നിന്നെ തൊടാൻ പറ്റുകയില്ലെന്ന്. ഈ ലോകത്തിൽ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നീ പേടിക്കണ്ടെന്ന്, ആരും നിന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നീ പേടിക്കണ്ടെന്ന്. നീ ഇരിക്കുന്ന സ്ഥലം സുരക്ഷിതമാണ്. ഇന്ന് പകൽ ആധിപത്യത്തിൽ ഇരുന്നു കൊണ്ട് നീ വാഴണം. ഇന്നലകളിൽ നിന്നെ ദണ്ഡിപ്പിച്ചതിന് ആമൻ, നിന്റെ മേൽ ആധിപത്യം നടത്തിയതിന് ആമൻ ദൈവകുഞ്ഞ നീ വാഴണം.
ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, 70 പേരെ തെരഞ്ഞെടുത്തിട്ട് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, പോകുവീൻ. അവർ ദേശത്ത് പോയി ഈരണ്ടായിട്ട് പോയി. ഹല്ലേലൂയ സ്തോത്രം. അവർ ചെന്ന് ഭൂതങ്ങളുടെ മേൽ, ഭൂതം ബാധിച്ചവരുടെ മേൽ കൈവച്ചു. ഭൂതങ്ങൾ മാറിപ്പോയി. രോഗികളുടെ മേൽ കൈവച്ചു. ആമേൻ. രോഗികൾ സൗഖ്യമായി. ആമേൻ. അവർ 70 പേരും കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചു, രോഗികൾ സൗഖ്യമായി. ഭൂതങ്ങളുടെ മേൽ കൈവച്ചു, ഭൂതങ്ങൾ വിട്ടുപോയി. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഞാൻ കണ്ടു. ആമേൻ. മിന്നൽ പോലെ ആകാശത്ത് നിന്ന് ആമേൻ സാത്താൻ വീഴുന്നത് ആമേൻ ഞാൻ കണ്ടു. ഇന്ന് പകൽ ദൈവകുഞ്ഞേ, നിന്റെ വായ് തുറന്ന് ആമേൻ നീ പ്രാർത്ഥിക്കാമെങ്കിൽ, നീ അധികാരം നടത്താമെങ്കിൽ, നീ വാഴാമെങ്കിൽ, നീ എഴുന്നേറ്റു നിന്ന് ആമേൻ സാത്താന് നേരെ നിൽക്കാമെങ്കിൽ, എന്റെ കർത്താവ് പറയാ, നീ കൈവച്ചപ്പോൾ, നീ പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ ആകാശത്ത് നിന്ന് മറഞ്ഞു നിന്ന് പോരാടുന്ന വൈശാചിക ശക്തികൾ വീഴുന്നത് ഞാൻ കണ്ടു. ദൈവകുഞ്ഞ്, നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ കണ്ടില്ല. സ്വർഗത്തിൽ അപ്പം പറയാ, ഞാൻ കണ്ടെന്ന്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കണ്ടു മിന്നൽ പോലെ പിശാച് വീഴുന്നത്. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവകുഞ്ഞ് മിന്നൽ പോലെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലങ്ങളിൽ അവൻ മറഞ്ഞു നിന്ന് പോരാടുന്ന ചില പോരിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം അത് വീഴാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലത് ഇന്ന് പകൽക്കാലം വീഴും. ആമേൻ. നീ എഴുന്നേറ്റാൽ ആമേൻ ശത്രു വീഴും. നീ എഴുന്നേറ്റാൽ ശത്രു വീഴും. നീ സ്തുതിച്ചാൽ ശത്രു വീഴും. നീ പ്രാർത്ഥിച്ചാൽ ശത്രു വീഴും. നീ അല്ല വീഴുന്നത് കുഞ്ഞെ, നീ വീഴത്തില്ല. പക്ഷെ നിനക്ക് വിരോധമായി നിൽക്കുന്ന ആമേൻ ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം അത് വീഴും. ഇനി അതിന് നിലനിൽക്കാൻ പറ്റുകയില്ല. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വം ഈ ലോകത്തിൽ ആരും ചെയ്യാത്ത കാര്യം കർത്തൃത്വം നടത്താൻ. നാളിലൊക്കെ ശത്രു നമ്മളോട് ചോദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ കയറി അവൻ കർത്തൃത്വം നടത്തി. നമ്മുടെ തലമുറ മേൽ കർത്തൃത്വം നടത്തി. കുടുംബ ജീവിതത്തിൽ കർത്തൃത്വം നടത്തി. ആമേൻ. വ്യക്തിപരമായ ജീവിതത്തിൽ കർത്തൃത്വം നടത്തി. കർത്താവ് പറയാ, നീ എൻ്റെ തോളിലാണ് ഇരിക്കുന്നത്, ഞാൻ ഇതെല്ലാം നിന്റെ കയ്യിലാണ് തന്നിരിക്കുന്നത്. ഇതെല്ലാം നിന്റെ കയ്യിലാ തന്നിരിക്കുന്നത്. ആമേൻ. നീ വായി തുറന്നൊന്ന് പറഞ്ഞാലും മതി, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. ആമേൻ. സാത്താൻ വീഴണ്ടെന്ന് തീരുമാനിക്കുന്ന ദൈവമാ. ഇന്ന് പകൽ ദൈവകുഞ്ഞ, നീ അതിനകത്ത് ടെൻഷനാകണ്ട, നീ അതിനകത്ത് ഭാരപ്പെടണ്ട. നീ എഴുന്നേറ്റു നിന്നാൽ അവന്റെ ആധിപത്യത്തിനകത്ത് എഴുന്നേറ്റ് നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. സ്തോത്രം. ഇത് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന, എൻ്റെ സാമ്പത്തിക മേഖലകളിൽ വിരോധമായി നിൽക്കുന്ന, ആമേൻ, എൻ്റെ സമാധാനത്തിന് വിരോധമായി നിൽക്കുന്ന, എൻ്റെ ശാരീരിക സൗഖ്യത്തിന് വിരോധമായി നിൽക്കുന്ന വാഴ്ചകൾ ഇന്ന് പകൽ കർത്താവെ അത് ഇനി നിൽക്കത്തില്ല. ഇന്ന് പകൽ അത് വീഴും. അതിന് ഇനി എൻ്റെ മേൽ ആധിപത്യം ഇല്ല എന്ന് ദൈവകുഞ്ഞൻ നിന്റെ വായ് തുറന്ന് പറഞ്ഞാൽ സ്വർഗം പറയാ, മിന്നൽ പോലെ ആയിരിക്കും. അതിൻ്റെ വീഴ്ച മിന്നൽ പോലെയാ. എത്ര വർഷം കൊണ്ട് നിന്റെ ജീവിതത്തിൽ അവകാശം പറഞ്ഞു വന്നാലും ഇന്ന് പകൽക്കാലം ദൈവം പറയാ, അവന്റെ വീഴ്ച മിന്നൽ പോലെ. കണ്ണിവെക്കുന്നതിനിടയിൽ അവൻ വീണുപോകും. ഇനി അവന് നമ്മുടെ മേൽ നിൽക്കാൻ പറ്റുകയില്ല. അവന്റെ ആധിപത്യത്തിനകത്ത് നമ്മെ ഇരുത്തി അവന്റെ അധികാരങ്ങൾ നമ്മുടെ കയ്യിൽ തന്നു. ഇത് ഉപയോഗിക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അദ്ദേഹം പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. അവ ഒന്നും ഒരു നാളും നിനക്ക് ഒരു ദോഷവും ദോഷം വരത്തില്ലെന്ന്. ദോഷം വരികയില്ല, ഒരു ദോഷം വരികയില്ലെന്ന്. സ്തോത്രം. ഒരു ദോഷം വരത്തില്ല. നമ്മൾ സാധാരണപ്പെട്ട ജനമല്ല, അവൻ തിരഞ്ഞെടുത്ത ജാതിയാ. ആമേൻ. അവൻ ഉയർത്തുന്ന ജാതി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ മേൽ നുകം ഇരിക്കത്തില്ല. അവൻ്റെ മേൽ ശത്രുവിൻ്റെ ആധിപത്യം ഇരിക്കത്തില്ല. ദണ്ഡിപ്പിക്കുന്ന വടിയും ഇരിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ സ്വതന്ത്രരാക്കി അവൻ്റെ ആധിപത്യത്തിനകത്ത് നമ്മളെ ഇരുത്തിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം അല്പ അഭിമാനത്തോടുകൂടെ എന്ത് ചെയ്യണം? കുഞ്ഞെ, നമ്മളെ കാണുമ്പോൾ തന്നെ പിശാചിന് മനസ്സിലാകണം, ഇവൻ ഇരിക്കുന്ന ഇടം ഇവന്
ശത്രുവിന് കണ്ടാൽ മനസ്സിലാക്കണം. പക്ഷെ പിശാചിനറിയാം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. പക്ഷേ ഇത് നമുക്കറിയത്തില്ലെന്നുള്ള കാര്യം അവനറിയാം. നമ്മൾ ആധിപത്യത്തിനകത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മൾ ഇന്ന് പകലൊന്ന് ഒന്ന് 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 അഭിമാനത്തോടെ ഇരുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് അഭിമാനത്തോടെ ഇരുന്നേ ആൻറ്റി. പിശാച് കാണട്ടെ. റോബർട്ട് ബ്രദറെ, പിശാച് കാണട്ടെ ഇന്ന് പകൽ. സ്തോത്രം. ഇതിനകത്ത് ദൈവകുഞ്ഞ നീ ആധിപത്യത്തിനകത്ത് അഭിമാനത്തോടെ ഇരിക്കുന്നുവെങ്കിലും ഈ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ നിന്റെ തലകുനിച്ചതൊന്നും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, നിൽക്കത്തില്ല. ഈ വചനം സത്യമാണെങ്കിൽ ഞാൻ പറയുന്നു, ആമേൻ. ഇന്ന് പകൽ ഈ ആരാധന ആലയത്തിനകത്തു നീ കയറുമ്പോൾ നിന്റെ തലകുനിച്ച് ഒരു വിഷയങ്ങളും ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. അത് മിന്നൽ പോലെ വീഴുകയാണ്. അത് വീഴുകയാ. ഇനി നിൽക്കാൻ പറ്റത്തില്ല. നിന്റെ മുമ്പിൽ ഇനി അതിന് നിൽക്കാൻ പറ്റുകയില്ല. ഞാൻ പറയുന്നു, ഇന്ന് പകൽ ഇനിയും ചില അധികാരങ്ങളും വാഴ്ചകളും ദുഃഖങ്ങളും കൊണ്ട് നിന്റെ മേൽ വെക്കാൻ വരുമ്പോൾ ധൈര്യത്തോടെ നിന്ന് പറയണം, ആമേൻ സ്തോത്രം, ഇനി അത് പറ്റുകയില്ല. ഹല്ലേലൂയ. പിശാചേ, ഇനി നിന്റെ ആയുധം എന്ത് ചെയ്യത്തില്ല. ഞാൻ പറയും, ഈ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ഭയങ്കര വിടുതൽ നടക്കുന്നത് എനിക്കറിയാം. ഈ വചനം റിലീസാകുമ്പോൾ തന്നെ ചിലരുടെ ശരീരങ്ങൾ ഇങ്ങനെ സ്വതന്ത്രമാകുന്നത് എനിക്കറിയാം. ചില സ്തോത്ര ശരീരത്തിൻ്റെ ഞരമ്പുകളെ ദൈവം സൗഖ്യമാക്കുകയാണ്. അസ്ഥികളെ ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കുകയാണ്. ഈ വചനം പുറത്തു വരുമ്പോൾ, ഈ വചനം പുറപ്പെട്ട് ചെന്നാൽ, വചനം സ്തോത്ര കർത്താവിൻ്റെ സ്തോത്ര വചനം പറയുന്നത്, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം സ്തോത്ര പുറപ്പെട്ടു പോയാൽ ഒരു പ്രവൃത്തി ചെയ്യാതെ, ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ വചനം നിങ്ങളിലേക്ക് വന്നാൽ ഒരു പ്രവൃത്തി ചെയ്യാതെ അത് മടങ്ങി വരത്തില്ല. ഇന്ന് പകൽ അത് മടങ്ങി വരത്തില്ല. ഇതിനകത്ത് സൗഖ്യത്തിന്റെ ശക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, നിന്റെ രക്തത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വൈറസുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സൗഖ്യമാകുന്നു. ഇനി കരയുന്നവരാരും ഉണ്ടായിരിക്കരുത് നിന്റെ കൂട്ടത്തിൽ. സ്തോത്രം. ഭയപ്പെട്ട് കരയരുത്. ധൈര്യത്തോടെ നിൽക്കണം. സ്തോത്രം. ഷാജി ബ്രദറിന്റെ ഇളയ മകൾ അപ്പൻ്റെ തോളിൽ അവളിരിക്കുക. അപ്പോഴേക്കും അടുത്ത വീട്ടിലൊരു പട്ടി ഓടി വന്നു. അവളെ കടിക്കാനാ വന്നേ. പക്ഷെ അവൾ എവിടെ ഇരിക്കുന്നേ? അവൾ പേടിക്കോ? ഇനി അപ്പൻ കടിക്കാൻ സമ്മതിക്കോ? ആ സുരക്ഷിതത്വം ഒന്ന് ചിന്തിച്ചു നോക്കി. സുരക്ഷിതത്വം ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് പകൽ നമ്മളെ എടുത്തു വെച്ചിരിക്കുന്ന അപ്പന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? സർവ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. നമ്മളെ പിടിക്കാൻ ഒരുത്തൻ വരുമ്പോൾ അവന്റെ അടുക്കൽ വരുമ്പോൾ തന്നെ മുഴങ്കാൽ മടങ്ങും. നിനക്ക് നേരെ നിൽക്കാൻ പറ്റുകയില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞ, നീ സുരക്ഷിതത്വത്തിനകത്താണ് ഇരിക്കുന്നതെന്ന് നിനക്ക് ഉറപ്പ് വന്നാൽ നിന്നെ അലട്ടുന്ന ഭയത്തിന് ഇനി അത് നിൽക്കുവാൻ കഴിയത്തില്ല. ചില ഭയത്തിന്റെ ശക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകുവാൻ കൽപ്പിക്കും. തിരിച്ചറിവാണ് നമ്മളെ വിടുതൽ. പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ, ഈ തിരിച്ചറിവ് നമ്മുടെ അകത്ത് കയറുമ്പോൾ നമ്മൾ ധൈര്യമുള്ളവരായി മാറും. എനിക്കറിയില്ല, ഭയങ്കര സന്തോഷം എൻ്റെ ഹൃദയത്തിനകത്ത്. ആർക്കും ഇല്ലാത്ത ഭാഗ്യം. ന്യായപ്രമാണത്തിനകത്ത് വില കൊടുത്തവർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം. നമ്മൾ ഒരു വിലയും കൊടുത്തില്ല, നമ്മൾ ഒന്നും കൊടുത്തില്ല. പക്ഷെ അവൻ നമ്മളെ സ്നേഹിച്ചു. അവൻ നമ്മളെ സ്നേഹിച്ച സ്നേഹനിമിത്തം നമ്മുടെ മേലുള്ള നുഖങ്ങൾ ഒടിച്ചു മാറ്റിയിട്ട് അവൻ്റെ ആധിപത്യത്തിനകത്തെടുത്ത് നമ്മളെ ഇരുത്തി സകല അധികാരങ്ങളും നമ്മുടെ മേൽ കൈമാറി. എന്നിട്ട് പറഞ്ഞു, ഭൂമിയിൽ നമ്മളാക്കിയിരിക്കുക. എന്തിനാ? വാഴാൻ. ആമേൻ. കർത്തൃത്വം നടത്താൻ.
എന്ന് പറഞ്ഞാൽ ദൈവകുഞ്ഞ് നീ പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ, ദോഷമൊന്നും പറയരുത്, നല്ല കാര്യം പറയാവൂ. നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മൾ പറഞ്ഞു തുടങ്ങും, നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഇവിടെ നിന്ന് എന്നെ പറഞ്ഞു തുടങ്ങിക്കൊള്ളണം. നമ്മളെ ഭാവി എങ്ങനെ ആകണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസം അല്ല തീരുമാനിക്കുന്നത്. നമ്മുടെ ഭാവി എന്താകുമെന്ന് നമ്മുടെ അറിവല്ല തീരുമാനിക്കുന്നത്. ആമേൻ, സ്തോത്രം. നമ്മുടെ കഴിവല്ല, നമ്മളെ സാമ്പത്തികമല്ല നമ്മൾ ആരാകുമെന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, ഇന്ന് പകൽ നിന്റെ തലമുറ ആരാകണമെന്ന് ആമേൻ നീ തീരുമാനിക്കണം. എന്നിട്ട് നിന്റെ വായ് കൊണ്ട് പറയണം, എൻ്റെ കുഞ്ഞുങ്ങൾ ആരാകണമെന്ന്. അധികാരം ഉണ്ടോ? വരൾച്ചയോട് പറ, ഇനി നിനക്ക് നിൽക്കാൻ പറ്റില്ല, മാറിപ്പോ, എൻ്റെ വീട്ടിനകത്ത് നിന്ന് മാറിപ്പോ. ദാരിദ്ര്യത്തോട് പറഞ്ഞ മാറിപ്പോ, മാറിപ്പോ, ഇനി നിൽക്കാൻ പറ്റുകയില്ല നിനക്ക്. അതിന് പറഞ്ഞു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, അർത്ഥം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ശാലോം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ശാലോം, സമാധാനം. ശാലോം എന്ന് പറഞ്ഞാൽ സമൃദ്ധി, ശാലോം എന്ന് പറഞ്ഞാൽ സമാധാനം, ശാലോം എന്ന് പറഞ്ഞാൽ വിടുതൽ. ആമേൻ, സ്തോത്രം. ഈ സമാധാനത്തിനകത്ത് നമ്മളെ ഇരുത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ആ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ, 9:7 ഒന്ന് വായിച്ചേ. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും. ആമേൻ. ഇത് പകൽ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ എവിടെ ദൈവം ഇരുത്തിയിരിക്കുന്നത്? അവന്റെ ആധിപത്യത്തിനകത്ത് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. അവന്റെ ആധിപത്യത്തെ കുറിച്ച് പറയുക, അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ഓ, ഈ സമാധാനവും ഈ വാഴ്ചയും 2 ആഴ്ച കഴിഞ്ഞ് തീർന്നു പോകുന്നതല്ല. ഇത് 2025 26 കൊണ്ട് തീർന്നു പോകുന്നതല്ല. ഇന്ന് പകൽ പറഞ്ഞ് അവന്റെ ആധിപത്യത്തിന്റെ ആമേൻ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. അവസാനമില്ലാത്ത ഒരാധിപത്യത്തിനകത്ത ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു. സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? അവൻ അടുത്ത ആഴ്ച കൊണ്ട് തീർന്നു പോകുന്ന ഒരു ആധിപത്യത്തിനകത്തല്ല, ഒരു അഭിഷേകത്തിനകത്തല്ല, ഒരു അധികാരത്തിനകത്തല്ല നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? അവസാനമില്ല. ഇന്ന് പകൽ ആ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധന, ഈ അമ്മേ സ്തോത്രം, ഇതിനകത്ത് വർധനവുണ്ട്. ഈ ആധിപത്യത്തിനകത്ത് എന്തുണ്ട്? അമ്മേ സ്തോത്രം. ഈ ആധിപത്യത്തിനകത്ത് കഷ്ടവും നഷ്ടവും തകർച്ചയും ഉടവും മാത്രമല്ല. അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് എന്തുണ്ട്? ഓ, വർധന. ഒന്ന് പറഞ്ഞ വർധനവുണ്ട്. അവന്റെ ആധിപത്യത്തിനകത്ത് എന്തുണ്ട്? വർധനവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞു 1 വർധനവുണ്ട്, 2 സമാധാനം. ഇത് പറയുമ്പോൾ തന്നെ ഒരു സമാധാനം. ഇത് പറയുന്നത് തന്നെ ഒരു സമാധാനം. ഞാൻ പറയുന്നു, ദൈവകുഞ്ഞെ, ഈ നമ്മൾ വായ് തുറന്നത് സമാധാനം എന്ന് പറഞ്ഞാൽ ആമേൻ വായ് കൊണ്ട് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പോവുക. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പോവുക, സമാധാനം കാണാൻ പോവുക. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും. ഓ, ഞാൻ പറഞ്ഞ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കണം. ആമേൻ, 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 ആമേൻ. അന്തമില്ലാത്ത, അവസാനമില്ലാത്ത ഒരാധിപത്യത്തിനകത്ത് എൻ്റെ തമ്പുരാൻ ദൈവകുഞ്ഞൻ നിന്നെ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ തുള്ളിച്ചാടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരാധിപത്യത്തിനകത്തിരിക്കാൻ ഇതിനകത്ത് ദൈവകുഞ്ഞെ, ആമേൻ, 800 കോടി ജനത്തിനകത്ത് നിനക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ ഇന്ന് പകൽ മിണ്ടാതിരിക്കരുത്. ആമേൻ. പറയണം, കർത്താവേ, എന്റെ മേലുള്ള നുകത്തെ നീ ഒടിച്ച്, എന്റെ മേലുള്ള വടിയെ നീ ഒടിച്ച്, എന്റെ മേൽ വെച്ചിരുന്ന ശത്രുവിന്റെ ആധിപത്യത്തിന്റെ ചെങ്കോലടിച്ച് എന്നെ സ്വതന്ത്രമാക്കി നിന്റെ ആമേൻ നിലനിൽക്കുന്ന ആധിപത്യത്തിനകത്ത്. ആമേൻ. ന്യായപ്രമാണത്തിനകത്ത് ആമേൻ സ്തോത്രം മരണം കൊണ്ട് എല്ലാം തീർന്നു പോയി. പക്ഷെ ഇന്ന് പകൽക്കാലം മരണത്തിനും അപ്പുറം ഈ ആധിപത്യം നിൽക്കും.
നമ്മളെ നിർത്തിയിരിക്കുന്ന ആധിപത്യം എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ ആരും ഇതിനകത്ത് മൗനമായി നിൽക്കരുത്, ആരും മൗനമായി നിൽക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ചേ. പറഞ്ഞ കർത്താവേ, നിന്റെ ആധിപത്യത്തിനകത്ത് എന്നെ നിർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ സ്തോത്ര, ഹല്ലേലൂയ. ആമേൻ. നിന്റെ ആധിപത്യത്തിൻ്റെ വർധനവിന്, ആമേൻ സ്തോത്ര, സമാധാനത്തിനും ആമേൻ അവസാനമില്ലാത്ത ഇന്നും പകൽ പറ. കുടുംബത്തെ നോക്കി പ്രവചിക്കാം, തലമുറകളെ നോക്കി പ്രവചിച്ചോണം, കുടുംബത്തെ നോക്കി പ്രവചിച്ചോണം, ഭാര്യയെ നോക്കി ആമേ ഭർത്താവ് പ്രവചിച്ചോണം, ഭർത്താവിനെ നോക്കി ഭാര്യ പ്രവചിച്ചോണം, ഭാര്യയും ഭർത്താവും മക്കളെ നോക്കി പ്രവചിച്ചോണം. ഇന്ന് പകൽ ആമേ സ്തോത്ര, ചില നിമിഷങ്ങൾ ഇതിനകത്ത് ആരും മിണ്ടാതെ നിൽക്കരുത്. അതരങ്ങളെ തുറന്ന് അലക്ഷ്യമായി നിൽക്കാതെ എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രാർത്ഥിച്ചോണം. കർത്താവേ ഹല്ലേലൂയ, നിന്റെ ആധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ആമേ നിലനിൽക്കുന്ന സമാധാനം, ഷാലോം, ആമേ സമാധാനം, ഷാലോം, ആമേ സ്തോത്ര, സമൃദ്ധി. ഇന്ന് പകൽ കർത്താവേ, എൻ്റെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ വിടുതൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ആ കാൽവറി ക്രൂശിലെ ജയം ഇന്ന് പകൽ എൻ്റെ കുടുംബത്തിനകത്ത് അത് സംഭവിക്കട്ടെ. എൻ്റെ കുടുംബത്തിനകത്ത് വെച്ച എല്ലാ നുകത്തെ നീ ഒടിച്ചു കളഞ്ഞതിനായി സ്തോത്രം. നന്ദി കർത്താവേ. ഇന്ന് പകൽ കർത്താവേ, ആ ദൈവിക സമാധാനം ആമേൻ ഓരോ കുടുംബങ്ങൾക്കകത്തും, ഓരോ തലമുറയ്ക്കകത്തും, ഓരോ ആമേൻ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവത്തിൻ്റെ സമാധാനം അത് സംഭവിച്ചു തുടങ്ങട്ടെ. ഇന്ന് പകൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിലനിൽക്കുന്ന ഒരാധിപത്യത്തിനകത്ത് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:13 പറയുന്നു, അവൻ നമ്മെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ, പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. ആ രാജ്യത്തിനകത്ത് കയറി ആക്രമിക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞ്, നീ എപ്പോൾ നീ ഈ തിരിച്ചറിവിലേക്ക് കയറുന്നുവോ അപ്പോൾ മുതൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ. കാരണം ഇതിനകത്തിരിക്കുന്നവൻ്റെ പേര് അത്ഭുത മന്ത്രി എന്ന. ആമേൻ സ്തോത്രം. 2025 2-ാം മാസം നീ അത്ഭുതങ്ങൾ കാണും, നീ അത്ഭുതങ്ങളെ കാണും. ആമേൻ. കാരണം എന്തെന്നറിയാമോ? നിന്റെ കൂടെ നിൽക്കുന്നവൻ്റെ പേര് അത്ഭുത മന്ത്രി എന്ന. ആമേൻ സ്തോത്രം. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നടക്കും. അനേക അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കും. നിന്റെ തലമുറകളുടെ മേൽ അത്ഭുതങ്ങൾ നടക്കും. നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. കാരണം അത്ഭുത മന്ത്രി നിന്റെ കൂടെയുണ്ട്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ആമേൻ. ചില വീര്യപ്രവർത്തികൾ, അസാധാരണമായ വീര്യപ്രവർത്തികൾ നിന്റെ കുടുംബത്തിനകത്തു സംഭവിക്കും. കാരണം അവൻ ഹല്ലേലൂയ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു. നിന്റെ കണ്ണുകൊണ്ട് നീ സമാധാനം കാണും, നിന്റെ കണ്ണുകൊണ്ട് സമൃദ്ധി കാണും, നിന്റെ കണ്ണുകൊണ്ട് നീ വിടുതൽ കാണും. ഇന്ന് പകൽ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ആ തോളിൽ, ആധിപത്യത്തിൽ ഇന്ന് പകൽക്കാലം നിന്നുകൊണ്ട് ആ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ.